എന്റെ മാതാവേ, ഇത്രയും കാലം എന്നെയും എൻ്റെ ഈ കലാദർശിനിയെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും ടീച്ചർമാരെയും പീഡന വീരന്മാരിൽ നിന്നും, പ്രത്യേകിച്ച് ഒളി ക്യാമറയിൽ നിന്നും സേവ് ചെയ്ത് അവരെ സൽസ്വഭാവികളും സദാചാര ബോധമുള്ളവരുമാക്കി തീർക്കണമേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ പരസ്പരം സ്നേഹമല്ലാതെ പ്രേമമെന്ന വികാരം അവരുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഫാദർ തറക്കണ്ടം, നീ നിന്റെ മക്കളെ അവിശ്വസിക്കരുത്. അവർ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ? എന്ന് സ്വന്തം യേശുക്രിസ്തുട്ടാ അങ്ങനെ കർത്താവിന്റെ സൗണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. തുടങ്ങി വെച്ച സ്റ്റെപ്പ് പൂർത്തിയാക്കട്ടെ, ഞാൻ വിടൂല. എനിക്ക് ഈ സ്റ്റെപ്പ് പഠിക്കണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ഈ സ്റ്റെപ്പ് പഠിച്ചാലേ മറ്റേ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, സ്റ്റെപ്പ് ആയിട്ട് കയറാൻ പറ്റുള്ളൂ. ശരിയാക്കി തരാം. എന്നാ പിന്നെ വേറെ സ്റ്റെപ്പ് കാണിച്ചു തരാം. ടൈറ്റാനിക് സ്റ്റെപ്പ്. കുട്ടി, എന്റെ ചിറകിൽ തലോടിക്കോളൂ. ചിറകോ? ഇത് തന്നെ, ഇത് ചിറക്. തലോടിക്കോളൂ. പിടക്കേന്ന് തലോടൂ. വരൂ, സമയങ്ങളല്ലേ. തലോടൂ. ആ പിശാശ് അച്ഛൻ എന്നെ പെട്ടെന്ന് തലോടൂ. അങ്ങനെ മാന്താരല്ല, തലോടാൻ. പൊന്തണില്ല. കണ്ടപ്പോ ഇത്ര ഭാരം തോന്നിച്ചില്ലല്ല. എവിടെ നിന്നാണ് ഇത്ര ഭാരം നിറച്ചത്? എന്നാലും നല്ല സുഖമുണ്ട്. ആ അച്ഛനായിരുന്ന വെറുതെ അല്ലേ പൊന്താത്ത? അല്ല, ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ബ്രേക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കായിരുന്നു. അതേടാ, നിന്റെ ഈ ഞരമ്പ് രോഗം എനിക്ക് മനസ്സിലായി കൊച്ചാൻറ്റി. എന്താ അച്ചോ? നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുവോ? വിടേണ്ടി വരില്ല അച്ചോ, ഞാൻ നന്നായച്ചോ. എങ്ങനെ? അച്ഛൻ എന്നെ ഉപദേശിച്ചില്ലേ, വെള്ളമടിക്കരുത്, അന്യ സ്ത്രീകളെ നോക്കരുത്. എന്നിട്ട് ഞാനിതെല്ലാം നിർത്തിയ. പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതോ? അത് സ്റ്റെപ്പ് പഠിപ്പിച്ചല്ല അച്ചോ. എനിക്കില്ല അമ്മയും പെങ്ങന്മാരും. അച്ഛനെ വെറുതെ സംശയിച്ചു. പോട്ടെ കൊച്ചാൻറ്റി, ഇല്ല, ഞാൻ പോട്ടെ. എനിക്ക് സഹിക്കില്ല. എന്താ എന്റെ അച്ഛൻ. ഇന്നത്തെ കളി ദാരിദ്ര്യം പിടിച്ച പിച്ചക്കാരനെയാണല്ലോ. ഇന്ന് മുഴുവൻ തറക്കണ്ട അച്ഛന്റെ മുമ്പിൽ വെറും തറയിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുമല്ലോ. രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണം ചാച്ചി. പോയിട്ട് പിന്നെ വാ. മതി സാറേ, നാങ്ക എപ്പോഴാ പറഞ്ഞ എന്നോട് മൊബൈൽ വിളിച്ച് പറഞ്ഞാ മതി. മൈ നമ്പർ ഈസ് 98460. മതി. അവന്റെ അമ്മായിയോട് ഒരു മൊബൈലിൽ അപ്പോ സാർ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. ഇതുപോലൊരു പിച്ചക്കാരനെ ഇന്നലെ എന്നോടൊന്ന് വിശക്കണമെന്ന് പറഞ്ഞ് 1 രൂപ ചോദിച്ചു. ഞാൻ ചോദിച്ചു 1 രൂപക്ക് എന്ത് ഭക്ഷണം കിട്ടാനാന്ന്. അപ്പൊ അവൻ പറയണേ 2 ദിവസമായിട്ട് ചൈനീസ് ഫുഡ് കഴിക്കാത്തോണ്ട് എത്ര കിലോ തൂക്കം കുറഞ്ഞത് കൊയിനിട്ട് നോക്കാനാണെന്ന്. പിച്ചക്കാര് വരെ ഡേറ്റിംഗ് തുടങ്ങി. ചിരി കണ്ട് എന്റെ ചക്കരേ. എന്നടാ ഇത്? പട്ടാപ്പാൽ കിസ് പണിരിക്കുന്ന അമേരിക്കയാ? ഹായ് ചേച്ചി. ഹായ്. നീ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയായിരുന്നടാ. പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ എന്താ, നീ രാവിലെ ഇവിടെ എത്തിയല്ലോ. രാവിലെ വന്നില്ലെങ്കിൽ ഈ നഗ്നമേരിയുടെ സീൻ മിസ്സായി പോകൂലടാ. ഞാൻ പല പ്രശ്നത്തിനോട് പറഞ്ഞിട്ടുള്ളതാ, ഡ്രസ് മാറുമ്പോ കഥ കടച്ചിടണമെന്നുള്ളത്. അടച്ചിട്ട് ഡ്രസ് മാറാൻ ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ. മൂട് കളഞ്ഞ്. എടാ, കാര്യം ശരി, നീ പെൺവേഷം കെട്ടിയതാണെങ്കിലും ഈ ഡ്രസ്സിങ്ങിന് അഴിച്ചിരുന്ന കാണുമ്പോ ശരിക്കും ടെംപ്റ്റേഷൻ ആയി പോണടാ. എന്നാ ഇത് വെച്ച് ടെംപ്റ്റേഷൻ മാറ്റും ഓരോ ഞാനമ്പന്മാര്. അരുതാത്തതൊന്നും ചെയ്യരുത്. ഇത് ചിരട്ടയാണ്. ഞാനത്രക്കാരൻ. നോ 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 നോ, ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. നോ പ്രോബ്ലം. ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറയ്ക്കില്ല. ഓക്കെ 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 ഓക്കെ, ശരിയാക്കാം. രാവിലെ തന്നെ എന്ത് വിടലാണ് പറഞ്ഞത് സിറ്റി മോളെ.
ഈ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടാ ഫോൺ താഴെ വെക്കില്ല ചില കോന്തന്മാര്. ഓരോന്നും ചോദിച്ചിങ്ങനെ രാഗിക്കൊണ്ടിരിക്കും. എങ്ങനെ രാഗാതിരിക്കും? നിന്റെ കിളിനാദം കേട്ടാൽ മീശം മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കുവോ? അതെ അതെ, കലാംകയുടെ വർഗമല്ലേ. എന്റെയൊക്കെ വർഗം ഉണ്ടായത് കൊണ്ടല്ലേ നിനക്കൊക്കെ ഇങ്ങനെ ചുണ്ടും ചോപ്പിച്ച് നടക്കാൻ പറ്റുന്നത്. ഇന്നലത്തെ പരിപാടിയുടെ കണക്കും ബാലൻസ്. ഇതെന്തോന്നാ? കലാംകയുടെ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് കണക്കും ഇതിൽ എഴുതി വെച്ചിരിക്കാ. അച്ഛൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും? നീ ആ ലിസ്റ്റ് അച്ഛനെ കാണിക്കാതിരുന്ന പോരെ? നോ നോ നോ, കള്ളം പറയാ എന്നെ കൊണ്ടൊക്കില്ല. ഐ ആം സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. നീ എന്റെ ഡാർലിംഗ് അല്ലേ സിറ്റി മോളെ? ഡാർലിംഗ് അല്ല, നൈനിറ്റാൾ. അച്ഛൻ എങ്ങാനും ഇത് കേട്ടാ അത് മതി, ആ നിമിഷം രണ്ടിനും ഡിസ്മിസ് ചെയ്യും. ഇസ്ലാമായ ഞാനും ക്രിസ്ത്യാനിയായ നീയും തമ്മിലുള്ള ഈ ലവ് ജിഹാദിന്റെ പേരിൽ അച്ഛൻ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അറിയാലോ നിനക്ക്, അച്ഛൻ വികലാംഗനായി നിന്ന് കുർബാന കൊടുക്കേണ്ടി വരും. ഉയ്യോ, അപ്പൊ ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. ദേ, ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അച്ഛൻ എനിക്ക് കാണപ്പെട്ട ദൈവോ? അപ്പൊ ഞാനാരാ? കാണപ്പെട്ട ഗോഡാ? അയ്യടാ, ഗോഡല്ല, ഗോസ്റ്റ്. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന്റെ തീരുമാനം എടുക്കാൻ ഇന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ നമുക്ക് പോയേ. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും 10 പൈസ ഞാൻ കൂട്ടിത്തരില്ല. ഇപ്പൊ തന്നെ ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് എങ്ങനെയാന്ന് കർത്താവിനും എനിക്ക് മാത്രമേ അറിയൂ. കാലത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, കാശ് കൂട്ടിത്തരുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, ഫാദറിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാ മതിയെന്ന്. സൈലൻസ് സൈലൻസ്. സൈലന്റ്. നിങ്ങൾക്കൊക്കെ ഒരു സത്യം അറിയോ? ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദിവസവും 3 കിലോമീറ്റർ കുടയും ചൂടി പിടിച്ച് നടന്നിട്ടാ ഞാൻ ഇവിടെ വരുന്നത്. എന്റെ ഗ്രൂപ്പ് മാനേജർ ദേ ഇവൻ നടക്കുന്നതോ വില കൂടിയ കാറിലും. ഞാൻ അറിയാണ്ട് പുറങ്കളി പിടിച്ച് കാശ് പിടുങ്ങുന്നോണ്ട് ഇവന്മാർക്ക് കാറും ലോറിയും ഒക്കെ വാങ്ങിക്കാലോ. എന്റെ പൊന്നച്ചോ, ഞാൻ പുറംകളി പിടിക്കാറില്ല. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? നിന്നെ എനിക്ക് ഒരു വിശ്വാസം. ആ ദേ സത്യം. ആ ഹലോ ഹലോ, കലാമല്ലേ? അതെ. മിണ്ടരുത്. മൊഹമ്മേലന്ന് 2ാം കളി കളിച്ചത് ഫാദർ അറിഞ്ഞാ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 16-ാം തീയതി അങ്കമാലിലെ കളി കഴിഞ്ഞ് വരുമ്പോ നമുക്ക് പെരുമ്പാവൂര് കളി കളിച്ചാലോ? കളിക്കാലോ, അതിനെന്താ? അച്ഛനറിയില്ലല്ലേ? എന്റെ രാജ, ലോഹ ഇട്ടൊരു സാധനത്തിന് ഇവിടെ കുത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ഇങ്ങനെ പോയാല് കലാദർശം മൊത്തത്തിൽ നീ വിഴുങ്ങുമല്ലോടാ. ഏയ് തമാശക്കല്ലേ? ദേ ലോഹിട്ടാ പന്നി വരുന്നുണ്ട്, നീ ഫോൺ വെക്കടാ. എടാ കോന്ത, നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ അറിയുന്നുണ്ട്. ഇനി ഞാൻ ആരെ കാണിക്കണം? മോഹൻലാലിനെ കാണിക്കണം, അതോ മമ്മൂട്ടിനെ വേണം, അതോ 3-4 കൊല്ലം മുമ്പ് ഇവിടുന്ന് മിമിക്രി കാണിച്ചു പോയി ജയറാമിനെ കാണിക്കണം? വേണ്ട. ഇനി നിന്നെ കാണിക്കണോ? വേണ്ട ചോ, അച്ഛൻ എല്ലാവരെയും കാണിക്കുമെന്നറിയാ. എല്ലാവരോടും കൂടി പറയാ, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പോയാലും ഈ അച്ഛൻ ലോഹയും മടക്കി കുത്തി സ്റ്റേജിലേക്ക് ഇറങ്ങും. ആ, ഇനി പറയാനുള്ളത് പറഞ്ഞോ. അച്ഛോ, എന്തേ? ഈ വരുന്ന ഓഗസ്റ്റ് 12 അച്ഛന് 60 വയസ്സ് തികയുന്ന കാര്യം നാട്ടുകാരെ മൊത്തം നമുക്കൊന്ന് അറിയിക്കണ്ടേ? അതെ അച്ഛോ, അച്ഛന്റെ 60th ആനിവേഴ്സറി അടിച്ച് പൊളിച്ച് നമുക്ക് സെഞ്ചുറി ആയിട്ട് ആഘോഷിക്കണം അല്ലേ? നാട്ടുകാരുടെ മുന്നിൽ എന്നെ കിളവനാക്കി നിർത്തിയിട്ട് ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ നിങ്ങൾക്കൊക്കെ കുടിച്ച് മലിച്ച് ദേ ഇങ്ങനെ നടക്കാനല്ലേ? അത് വേണ്ട. അത് വേണ്ട. 60 വയസ്സായ നാട്ടുകാർ വന്നാലേ അച്ഛനെ നടക്കാതെ അത് നമുക്കൊരു ഡിസ്കൗണ്ട് കൊടുക്കാം. അച്ഛോ, നമുക്ക് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങിയിട്ട് ഗോൾഡൻ ജൂബിലി ആയിട്ട് ആഘോഷിക്കാം. മോനെ നീ ഇങ്ങോട്ട് വന്നേ. എന്താ അച്ഛോ? നീ പച്ചാളം പാപ്പച്ചന്റെ സൽപുത്രനല്ലേ? ഉറപ്പില്ല അച്ഛോ. നിന്റെ തലയിൽ ഇത്രയും ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നീ അപ്പനെ പോലെ തന്നെ താഴ്ന്ന് മുകളിലേക്ക് പൊന്താണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഉറപ്പായി. ആകെ 3 അടി 2 ഇഞ്ചേ ഉള്ളൂ. മമ്മൂട്ടി അവന്റെ മനസ്സിൽ. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട, ആഘോഷത്തിനുള്ള സ്പോൺസർമാരെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം. 10 പൈസ ഇവിടുന്ന് എടുക്കണ്ടെന്നേ. നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോളൂ, പക്ഷെ അതിന്റെ പേരിൽ ദൂർത്തടി ഒഴിവാക്കണം. ഏയ്, ഞങ്ങൾ ദൂർത്തടിക്കാറില്ല അച്ഛോ, ഞങ്ങൾ അടിക്കുന്നല്ല കട്ടറമ്മ. പിന്നൊരു കാര്യം, ആഘോഷം നടക്കുമ്പോൾ നമ്മുടെ പഴയ കലാകാരന്മാരായ ഉണ്ണിയെയും സാബുവിനെയും മനോജിനെയും ഒന്നും വിളിക്കാൻ മറക്കണ്ട. അതെ, അവരൊന്നുമില്ലാതെ എന്താഘോഷം? വൈകിട്ടെന്താ പരിപാടി? തിലകം കലക്കി. നീ എന്താ മോഹൻലാൽ കളിക്കുക? വേണ്ട. എല്ലാരും ഞാൻ വിളിച്ചിരുന്നച്ചോ. ദുബായിന്ന് ഉണ്ണിയും ജിമ്മി എത്താൻ തേറ്റിട്ടുണ്ട്. ബാംഗ്ലൂരിന്ന് മനോജും വരും. പക്ഷെ സാബു ചേട്ടൻ അമേരിക്കന്ന് വരാൻ ലീവ് കിട്ടില്ല അത്രേ.
എന്തേ അവൻ ഒബാമ പിടിച്ചു വിഴുങ്ങിയോ? അപ്പൊ പ്രസിഡന്റ് അച്ഛൻ സമ്മതിച്ചു കഴിഞ്ഞു. നമുക്ക് ആഘോഷങ്ങൾ അടിച്ചു വിളിക്കട്ടെ. വാ ആലോചിക്കാം. നമുക്ക് അടിച്ചു മൂത്തൊന്ന് അർമാദിക്കണം. അന്ന് വേറെ ഇന്നേ തുടങ്ങി അർമാദിക്കാടാ. I am telling truth, sir. Father Tarkanam is died. Hi, Rita. Now in hospital. Yeah. എല്ലാം കർത്താവിന്റെ ഓരോരോ പ്ലേ. എല്ലാം നിർത്തിക്കോ. ടീച്ചറെ വല്ലതും അറിഞ്ഞാ ടീച്ചറെ? നമ്മുടെ അച്ഛൻ മരിച്ചുപോയി ടീച്ചറെ. ചിറ്റിമോള് ഫോണിൽ വിളിച്ച് പറഞ്ഞ കേട്ടതാണ് ടീച്ചറെ. ഓടി ആശുപത്രി കിടക്കാണ്. വാ എല്ലാവരും വാ, കുട്ടികളെല്ലാവരും അയ്യോ നമ്മുടെ അച്ഛൻ പോയല്ലോ. അയ്യോ കാല് തട്ടി വീഴല്ലേ, ചത്തുപോകൂടാ. അയ്യോ വരിവരിയായിട്ട് നടക്ക്. എവിടെ? അയ്യോ, ടീച്ചർ മിസ്സായി. ടീച്ചറെ, വാ. അയ്യോ. ഇവിടെ ബോഡി പോയിട്ട് ശവം പോലും ഇല്ല ടീച്ചറെ. ടീച്ചറെ അച്ഛന്റെ ബോഡി ഇവിടെ കാണാനില്ല. ഹോസ്പിറ്റലിൽ മാറിപ്പോയോ കൊച്ചാ? പോയി നോക്കണ കാല. പതുക്കെ വലിക്കേട്ടാ, മൂക്കിലോട്ട് കയറിപ്പോയാലല്ലോ ഇപ്പൊ. ഈ അച്ഛൻ എവിടെ മരിച്ചു കിടക്കുന്നു? അച്ഛനെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു. അയ്യോ കാലം വരുന്നേ. അച്ചോ അച്ചോ എന്റെ പൊന്നച്ചോ. കരയല്ലേ ടീച്ചറെ? കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ലല്ലോ. ടീച്ചർ കരഞ്ഞ ഞാനും കരഞ്ഞു. ദൈവം ഇങ്ങനെ ചതിച്ചു കളയുന്ന ആരെങ്കിലും കരഞ്ഞ ടീച്ചറെ? ഇല്ലെങ്കിൽ കടമായിട്ട് വാങ്ങിച്ച 1000 രൂപ ഞാൻ ഇന്നലെ അച്ഛനെ തിരിച്ചു കൊടുക്കുവായിരുന്നു. ശരിയാ, മോളിന്ന് വിളിച്ചാ എല്ലാരും പോകണ്ടേ? മോളിന്ന് വിളിച്ച എല്ലാരും മോള് മാത്രം പോയപ്പോഴേ കസേര ഇത് ഓടിപ്പോടേ. ഡോക്ടർമാരെ കസേര ഓഫ് ചെയ്യേ. അയ്യോ കാലം വന്ന എന്താ പേര്? ഗോമതി. എനിക്ക് വളരെ ഇഷ്ടമായി. എന്നെയോ? എനിക്ക് നല്ല സവാരിയല്ലേ? സ്റ്റേഷനെത്തി. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? ഇന്നാ ഇത് വെച്ചു. ഫോൺ നമ്പർ തന്നെ. ചേട്ടാ എന്താ സംഭവിച്ചത്? ഒരു മധുബുദ്ധി യാത്ര. നിങ്ങ ഇവിടേക്കാണ്? അച്ഛന്റെ ബോഡി കാഷ്വാലിറ്റി കിടപ്പുണ്ട്. ഒന്നും അച്ഛോ പറവൂർ ലക്ഷ്മി കോളേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടിരിക്കുമ്പോൾ ഇടുത്തി പോലത്തെ ദുഃഖ വാർത്ത കേട്ടത്. കേട്ട പാതി കേൾക്കാത്ത പാതി പ്രോഗ്രാം നിർത്തിവെച്ച് അതേ ഡ്രസ്സിന് ഓടിപ്പോന്നതാണല്ലോ. അച്ഛന്റെ കാലശേഷം കലാദർശന എന്റെ പേരിൽ എഴുതരുമെന്ന് ദേ ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടതല്ലേ അച്ഛോ. മരിച്ചു നരകത്തിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെയെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യാമായിരുന്നില്ലേ അച്ഛോ? അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞില്ല അടുത്ത അവകാശം ഞാനാണെന്ന്? പിന്നെ അച്ഛന്റെ മനസാക്ഷി സൂക്ഷിപ്പാരൻ ഞാനാ. കലാദർശനയുടെ അനന്തരാവാസി ഞാനാ. അവന്റെ കുറിച്ച് തർക്കം. എന്തായാലും അച്ഛന് ഒരു ഷെയർ എനിക്ക് എഴുതി വെച്ചിട്ടുണ്ടോ? എന്താ ഇത്? What nonsense doing this? This is my shitty. നമ്മുടെ അച്ഛൻ പോയേ. Don't touch man, don't touch. എന്താ ഇത്? What happened? നിങ്ങൾ ആരും ബഹളം വെക്കണ്ട. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ അച്ഛൻ ചത്തിട്ടില്ല. ഞാൻ ചത്തെന്നും കരുതി നീയൊക്കെ റീത്തും വാങ്ങി ആഘോഷമായിട്ട് വന്നിരിക്കല്ലേ? എല്ലാം ഞാൻ കേട്ടാണ് കിടന്നത്. പറഞ്ഞത് ഞാൻ ചത്തു. ഞാനല്ല, ഈ ഷിറ്റിമോള് പറഞ്ഞാണോ? My God, ഞാനോ? നീ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. ഈ ഷിറ്റിമോള് ഫോൺ ചെയ്യണ ഞാൻ കേട്ടാണോ? ഫാദർ തർക്കണം ഈസ് ഡൈഡ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് എന്റെ സ്വന്തം ചെവി കൊണ്ട് ഞാൻ കേട്ടാണോ? അപ്പൊ നീയാണ് എന്റെ ചരമക്കുറിപ്പ് അടിച്ചിറക്കിയതല്ലേ? അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ ഡൈ ചെയ്ത് അലർജിയായി ഹോസ്പിറ്റലിൽ കിടക്കാന്നാ ഞാൻ പറഞ്ഞത്. ഡൈ എന്ന് പറഞ്ഞത് മരിച്ചു എന്നാണ് ഈ മണ്ട കരുതിയത്. ഇംഗ്ലീഷ് അറിയാത്തിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണോ? അതേടി, നിന്നെ പോലുള്ളവരെ കൂടെ നിർത്തിയ എനിക്കാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ആദ്യം നീ മലയാളം നന്നായി പഠിക്കാൻ ശ്രമിക്കും, പിന്നീട് മതി മദാമയാവുന്നത്. വെറുതെ ആശിപ്പിച്ച് ആന കൊടുത്താലും ആശ കൊടുക്കരുത് അച്ചോ. എന്താ മോനെ കലാമേ നീ പറഞ്ഞത്? അല്ല, കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിതിക്ക് ഈ റീത്തിന്റെ കണക്ക് ഇവിടെ ആരുടെ പേരിൽ എഴുതണം? ഇവിടെ വന്നേ. അത് നിന്റെ ഉമ്മാടെ അടിയന്തരത്തിന്റെ കണക്കിൽ എഴുതിയാൽ മതിട്ടാ.
ഓ മതി, ഇപ്പൊ കണക്ക് ശരിയായി. ആ, എല്ലാരും പോ. ആരും മരിച്ചിട്ടില്ല. അച്ഛന്റെ നെഞ്ചിരിക്കാൻ യോഗമില്ല റീത്തേ. എനിവേ ഷിറ്റ് മോളെ. Shut up. ഇതോടെ യോഗം അവസാനിച്ചിരിക്കുന്നു. സഹൃദയരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കൊച്ചിൻ കലാദർശനയിലെ സീനിയർ ജൂനിയർ കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിക്കുന്ന മാജിക്കൽ മിമിക്സ് കോമഡി നൈറ്റ് ആരംഭിക്കുകയാണ്. തെറ്റിദ്ധരിക്കണ്ട, ഞാൻ കഥ പറയാൻ വന്നൊന്നുമല്ല. കാർത്തികൻ ഏതാനും നിമിഷങ്ങൾക്ക് എത്തിച്ചേരും. ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, ഗുരുജനങ്ങളെ, 7ാം പ്രാവശ്യം തുടർച്ചയായി ഈ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായിരുന്നു തിരഞ്ഞെടുത്തതിൽ എനിക്ക് അതീവ നന്ദിയുണ്ട്. ഈ പ്രസിഡന്റിനെ ടെസ്റ്റ് ചെയ്യാൻ മാത്രം നീ വന്നോ? സമ്മതിച്ചു, ഞാൻ അല്പം അടിച്ചിട്ടുണ്ട്. ഇനി അടിക്കും. അത് ടെസ്റ്റ് ചെയ്യാൻ അത് ശരി. എടാ, വാദ്യക്കാര് മാത്രമല്ലേ വന്നിട്ടുള്ളൂ. എവിടെ കാതികൻ? ഇപ്പൊ എത്തുന്നു പറയാൻ തുടങ്ങിട്ട് നേരെ ചേട്ടാ, കുറച്ച് പൗഡർ വേണം. എടാ, തബലക്ക് എന്തിനാടാ പൗഡറും ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ? വേണ്ട, കുറച്ച് ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുക്കാം. കാതികൻ എവിടെടാ? നമസ്കാരം, ഞാൻ ഓച്ചിര ഓമന, കാതികൻ വെട്ടിക്കുഴി വാസുവിന്റെ ഭാര്യ. ഈച്ച കീറും. വാസുവിന്റെ കള്ളുഷാപ്പില, അല്ല ആശുപത്രിയില. തല കറങ്ങി വീണു. 2 ദിവസം റെസ്റ്റ്. കഥ അവതരിപ്പിക്കുന്ന പേടിക്കണ്ട, ഞാൻ കഥ പറയാം. കഥ പൂർത്തിയാക്കിട്ടേ ഇവിടുന്ന് പോവൂന്ന് നീ എനിക്ക് എഴുതി ഒപ്പിട്ട് തന്നിട്ട് മതി കഥാപ്രസംഗം. അതൊക്കെ ആവശ്യമുണ്ട്. നീ കഥ പറയടി. കലാസ്നേഹികളെ, അമ്മമാരെ, അച്ഛന്മാരെ, യുവാക്കളെങ്കിലും നീ ഒന്ന് വിട്ടുപിടിക്കണേ. എന്റെ കഥയുടെ പേര് വാസവദത്ത. നിനക്ക് പറ്റിയ പേര്. നോക്കി പേടിപ്പിക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. എന്റെ കഥ നടക്കുന്നത് അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിലാണ്. മാമലകൾക്കപ്പുറത്ത് മലയാളം എന്നൊരു നാടുണ്ട്. കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട്. അവിടെ ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടാവേ. നീയല്ല ഉരുപ്പടി. ആറാട്ടം നടത്തും, എന്റെ അപ്പുറം ഉള്ളത് നടത്തും. കഥ പൂർത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോകുന്ന ആദ്യം ഇവിടെ എനിക്ക് എഴുതി ഒപ്പിട്ട്. എന്താ ചേട്ടാ ഇത്? കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ ഒപ്പിട്ട് തരണം. എന്താ കാര്യം അറിയണോ നിനക്ക്? ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല. അതെന്താ? 7 വർഷം മുമ്പ് ഇതേ വേദിയിൽ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ വന്ന വെട്ടിക്കുഴി വാസുവിന്റെ കൂടെ ഒളിച്ചോടിപ്പോയ എന്റെ ഭാര്യയാണ് ഇത്. അടുത്തതായി കുമാരി വൃന്ദ സംഘം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. സ്റ്റേജൊക്കെ പൊളിച്ചിടും. നന്നായിട്ട് ചെയ്യണം. ടച്ച് വിട്ടതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും സംഗതി ഏറ്റില്ലേ? എന്നാലും 1-2 സ്ഥലത്ത് നീ ഡയലോഗ് തപ്പി. എങ്ങനെ തപ്പാതിരിക്കും? ഇവന്റെ മുഖത്ത് നോക്കി ആകെ ഷോക്ക് അടിച്ചതുപോലെ. അവന്റെ ഒരു ലുക്കും ചിരി നോട്ടവും. പിന്നെ ദുബായിക്ക് പോകുമ്പോ ഇവനെയും കൂടി കൂടെ കൊണ്ടുപോയിക്കോ. വല്ല കാട്ടറവേലിന്റെ മുന്നിൽ പെടാൻ നോക്കണം. ഇതിപ്പോ നടന്ന് നമ്മള് കൊച്ചിയിലെത്തുവോ? കൊച്ചിയിലെത്തിയ പൈയുടെ തട്ടുകിടന്ന് നല്ല സൂപ്പർ ദോശ കഴിക്കായിരുന്നു. ഇവിടെയൊക്കെ വല്ല ദൊപ്പം കിട്ടുള്ളൂ. ദോശയല്ല. എളുപ്പകാലത്ത് ഒരുമാതിരി അളിഞ്ഞ തമാശ അടിച്ചോണ്ടല്ലോ. ജയിലിൽ നിന്ന് കിട്ടിയ ഫുഡാണെങ്കിലേ വായിൽ വെക്കാൻ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. പെണ്ണാണെന്ന് കരുതി ഇവനെ ജയിൽ വാർഡന്മാര് നന്നായിട്ട് സൽക്കരിച്ചു. ഒരുതരം തട്ടിലും മുട്ടിലും ഞാനൊന്നും അറിയാത്ത പോലെ അങ്ങ് നിന്നു കൊടുത്തു. ജയിലിലെ പോലീസുകാർ എന്തിനു കുറ്റം പറയുന്നു? ഇവനെ കണ്ടാൽ ചിലപ്പോ എന്റെ കൺട്രോളിന് പോകും. എല്ലടി ചക്കര. അത് കണ്ടോ? സാറേ, ഒരു പെണ്ണിനെ അവര് മാറി മാറി പീഡിപ്പിക്കുന്നു. ഏതാടാ നീയൊക്കെ? എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയ. എങ്ങനെ ഉറക്കം വരുവാടാ? അതുപോലത്തെ ഒരു ഉരുപ്പടിയല്ലേ കൂടെ ഉള്ളത്. വണ്ടിയിലെ സാർ, ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായടാ, പരിപാടിയും കഴിഞ്ഞ് വരികയാണെന്ന്. ഇനി ഉള്ള സത്യം പറയാലോ, ഞങ്ങള് ജയിലിൽ നിന്ന് വരിക. വീണ്ടും തുടങ്ങിയല്ല.
ഒരു സുന്ദരിയായ പെൺകുട്ടിയെ മുന്നിൽ കൊണ്ട് നിർത്തി അതാണാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മോഴയാണ് ഈ എസ് ഐ മന്മഥരാജൻ. നിങ്ങൾ വിചാരിച്ചോളാം. എന്റെ പൊന്ന് സാറേ, സത്യമായിട്ട് ഇത് പെണ്ണല്ല, ഞങ്ങളുടെ ട്രൂപ്പിലെ ഫീമെയിൽ ആർട്ടിസ്റ്റാ, കലാദർശന. ദർശന, കലാദർശന. എന്താ ആർട്ടിസ്റ്റ്? ഫീമെയിൽ ആർട്ടിസ്റ്റ്. അതെ സാറേ, വിശ്വാസം പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛനെ വിളിച്ചു അല്ല സാറേ, സാറ് കാര്യം ഫുള്ളായിട്ടൊന്ന് പരിശോധിച്ചു. എന്താ സാർ? വേണ്ട വേണ്ട, ഇതേപോലൊരു കേസ് ഈ സസ്പെൻഷനിലായിട്ട് ഞാൻ തിരികെ കയറിയിട്ട് വെറും 6 മാസമേ ആയുള്ളൂ. വീണ്ടും തൊപ്പി തെറിപ്പിക്കാനുള്ള പരിപാടി ആലോചിക്കുക നീയൊക്കെ. തങ്കമ്മേ, ഇതിനു മുമ്പ് ഈ ഏരിയയിൽ ഇവളെ ആരെങ്കിലും കാണുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. നോക്ക്. മുമ്പൊരിക്കലേ CSR ഇവളെ പൊക്കിയിട്ടുണ്ടോന്നൊരു സംശയം. സംശയം വേണ്ട, അയാള് പൊക്കും. പൊക്കാൻ അയാള് ഭയങ്കര പിടിക്കണ. എന്തായാലും ഇവളെ നീ അടിമുടി ശരിക്കും പരിശോധിക്കണം. ശരി സാർ. സാറേ, അത് വേണോ? ഇത് വേണ്ട. വേണ്ട വേണ്ട. ഈ തങ്കമ്മ സാറ് വിവാഹിതയാണോ? ഒന്ന് രണ്ട് ആലോചന വന്നതാ, പക്ഷെ ഞാനുമായിട്ടുള്ള ഇരിപ്പ് അറിഞ്ഞപ്പോ അവരെല്ലാം വേണ്ട. നല്ല മാച്ചായിരിക്കും. ഈ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും സാറേ, തങ്കമ്മ സാറിന് കുറവാണ്. എന്റെ തങ്കമ്മയുടെ കാര്യം നിങ്ങൾ എന്തിനാണ് അറിയുന്നത്? പരിശോധന കഴിയുന്നവരെ ഒറ്റ ഒരു അക്ഷരം വേണ്ടി പോവരുത്. ഞങ്ങളൊന്നും മിണ്ടുന്നില്ലേ, പക്ഷെ കാണാത്തത് കാണുമ്പോ അത് നേരിടാനുള്ള ശക്തി തങ്കമ്മ സാറിന് കൊടുത്താ മതിയായിരുന്നു. തങ്കമ്മയാ നീ തപ്പാൻ പഠിപ്പിക്കുന്നത്. എന്റെ പൊന്ന് സാറേ, എന്റെ സാറേ, പിടിക്കണോ? കുറച്ച് വെള്ളം എടുത്തോളൂ. തങ്കമ്മേ, തങ്കു, തങ്കു, പറ മോളെ, നിനക്ക് എന്ത് പറ്റി? അവൾ നിന്നെ വല്ലതും ചെയ്തോ? ഞാൻ പറയാം. പരിശോധിച്ച് വന്നപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടു പേടിച്ചു ഇല്ലേ? കോൺസ്റ്റബിൾ സാർ, കം ഓൺ. ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരെ ഇങ്ങ് വിളിക്കുക. ആരുടെ ബോണറ്റ് ദോശക്കല്ലാക്കിയത്? ഇപ്പൊ എന്റെ ഊരകം മുഴുവൻ ബുൾസേ ആയേനെ. അങ്ങോട്ട് സെർച്ച്. നോ 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 ഫാദർ, തർക്കണ്ണം ഇതിലൊന്നും ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല. എല്ലാം ഷിറ്റ്. ബ്ലഡി ഷിറ്റ്. നോ സർ, ഐ ആം ഷിറ്റി മോൾ. ഷിറ്റി മോളായാലും ഷഡ്ഡി മോളായാലും ശരി തന്നെ. ഈ ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ ലോങ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത് റോങ് ആണ്. ഏറ്റവും അപകടം പിടിച്ച 2 സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ രണ്ടിന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. സോറി സർ. പോലീസ് ആയ ഇങ്ങനെ തന്നെ വേണം. ഇതാണ് സാറാ മിമിക്രിക്കാരൻ. ഓഹോ, ഇവന്മാരാണല്ലേ. ഇങ്ങോട്ട് മാറിക്കടോ. എന്നെ മനസ്സിലായില്ല. ഐ ആം ചക്രവർത്തി. ഹലോ. ഹായ്, മിഥുൻ ചക്രവർത്തി. ഹലോ. ഷോർട്ട് ഫോമിൽ എന്നെ ഡിപ്പാർട്ട്മെന്റിലെ MC എന്ന് വിളിക്കും. കേട്ടിട്ടില്ലേ? ഓ, നമ്മൾ അടിക്കണ MC. അത് അടിക്കുന്ന MC, ഇത് ഇടിക്കുന്ന MC. ഇവനാരാ? വടിവേലു പഴുത്ത പോലുണ്ടല്ലോ. താഴെ മാത്രമല്ല മേളിലോട്ടും. സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റാ. താങ്ക് യു. പെരുക്കി പിടിച്ചിരിക്കാൻ നീ ആരടാ? ജയനോ? കാണിക്കടോ. എന്ത്? ജയനെ കാണിക്കടോ. നീയാണോടാ വഴിവെക്കിൽ നിന്ന് പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി? ഇത്രയും വർഷമായിട്ട് ഈ ഡയലോഗെങ്കിലും തനിക്കൊന്ന് മാറ്റി പറഞ്ഞുകൂടാടോ? വേറെ ഡയലോഗ് ആവും പറയണ്ട. ഇനി മേലിലെങ്കിലും എന്റെ ജയേട്ടനെ ആരും അനുകരിക്കരുത്, മനസ്സിലായോ? നീയൊക്കെ കുറെ പെറുക്കികൾ കാരണം എന്റെ ജയേട്ടൻ നേരത്തെ അങ്ങ് പോയത്. അവിടെ അയാൾക്ക് സ്വസ്ഥത കൊടുക്കൂലെന്ന് വെച്ചാ ഇടിച്ചുരുട്ടി നിന്നെയൊക്കെ ചപ്പാത്തി പരുവത്തിലാക്കും, മനസ്സിലായോ? നീ ആരടാ? ജോസ് പ്രകാശോ? മനോജ്. ഇങ്ങോട്ട് മാറി നിക്കടാ. അപ്പൊ നിനക്ക് കൊലപാതകവും ബലാത്സംഗവും ചെയ്ത് ശീലമുണ്ടായിരിക്കും. ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്ന എങ്ങനെയെന്ന് കാണിക്കടാ. കാണിക്കടാ. നിന്റെ കഴുത്തിലല്ല, എന്റെ ഈ ബലിഷ്ഠമായ കഴുത്തുകളിൽ കാണിക്കടാ. പിടിച്ചില്ലെങ്കിൽ സാറിടിക്കും. നല്ല രീതിയിൽ പിടിക്കടാ. പോരാ, പിടിക്കടാ. പോരാ.
ഓക്കെ നീ എന്റെ കഴുത്തിന് പിടിച്ച് എന്റെ മിഡിലെ ഒബിളാൻ കെട്ട് വരെ തകർത്തല്ലടാ. പിടിക്കാൻ പിടിക്കാൻ പറഞ്ഞാ നീ ഉടനെ പിടിക്കോ. അപ്പൊ ഈ കൈ കൊണ്ടാണ് നീ കാസിംബായുടെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. അയ്യോ എടാ കൊലയാളി, ഞാനൊന്നുമല്ല സർ. നീ അല്ലേ മിണ്ടരുത്. ദോ, വിലങ്ങ് നോക്ക്. വിലങ്ങ് കൊണ്ടുവന്നില്ല സാർ. വല്ല തുണ്ട് കരങ്ങനെ എടുത്ത് കെട്ടി വലിച്ചോണ്ട് പോടോ. ഇവനെ വിട്ടുകളയരുത്. എവരുടെ തറ കണ്ടം ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ഇവിടെ ആരും ഇല്ലടാ. എവിടാ തറയാൻ പറയേക്ക. ഇവിടെ ഇല്ലേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഈ പോലീസുകാർക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കും. ഇരിക്കൂ. വേണ്ടച്ചോ, എനിക്ക് ഇരിക്കാൻ കഴിയില്ലച്ചോ. അതെന്താ മൂലക്കുരുവിന്റെ ഉപദ്രവണ്ട? അതല്ലച്ചോ. പിന്നെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതൊരു മുഖമാണോ? അറപ്പിക്കലച്ചോ, പറഞ്ഞു വരട്ടെ. ഓർമ്മ കാണില്ല. പിച്ച വച്ച് തുടങ്ങിയ കാലം മുതല് ഒരു പിച്ചക്കാരനെ പോലെ ഈ കൊച്ചു കലാകാരൻ കൊച്ചിയിലെ കലാദർശനയുടെ വാതിൽ മുട്ടി വിളിക്കാറുണ്ടായിരുന്നു. അന്ന് ഇവിടെ സിദ്ദിഖ് ലാലും ജയറാമും ചാലക്കുടി മണിയൊക്കെ അരങ്ങ് തകർക്കുകയായിരുന്നു. അവരിൽ ഒരാളായി ഈ എന്നെയും ചേർക്കണമെന്ന് പലവട്ടം ഞാൻ അച്ഛനോട് കെഞ്ചിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ യാചന അച്ഛൻ ചെവിക്കൊണ്ടില്ല. പകരം ചെവിക്ക് പിടിച്ച് അച്ഛൻ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ദാറ്റ്സ് ഓൾ. അച്ഛോ, എനിക്ക് വേറെ ട്രൂപ്പുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ വന്നാൽ ഒരു സിനിമാ നടനാകാന്ന് ഞാൻ മോഹിച്ചു. പക്ഷെ ആ മോഹം എനിക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഒരു ഗതിയും പരഗതി ഇല്ലാതായപ്പോ ഞാൻ നേരെ ചെന്ന് പോലീസിൽ ചേർന്നു. തെറ്റാണോ അച്ഛോ? എന്താ ഒന്നും പറഞ്ഞില്ലേ? ഇനിയെങ്കിലും കാക്കിക്കുള്ളിൽ വീർപ്പ് മുട്ടി കിടക്കുന്ന ഈ കൊച്ചു കലാകാരനെ അറ്റ്ലീസ്റ്റ് ഒരു കലാഭവൻ നാരായണൻകുട്ടി ആയിട്ടെങ്കിലും ആക്കി തന്നാ മതി. തരില്ലേ? തരില്ലേ അച്ഛോ? തരാം. അത് മതി. ഇനി അച്ഛൻ ഈ ലോഹയൊന്ന് മാറ്റിക്കേ, എനിക്കൊന്ന് പിടിക്കാനാ. എന്താന്ന്? കാല് പിടിക്കാനാന്ന്. അത് ശരി. കേസ് അന്വേഷണത്തിന് വന്നതല്ലേ, മിമിക്രി ട്രൂപ്പിൽ ചേരാമെന്നതാ അല്ലേ? കാര്യം കാണാൻ ഏത് കഴുതക്കാലം പിടിക്കണമല്ലോ അച്ഛോ. എന്നെ ട്രൂപ്പിലെടുക്കാന്ന് വാക്ക് തരൂ അച്ഛോ. തറക്കണ്ട അച്ഛൻ, വാക്ക് താ എനിക്ക്. കാലുമേന്ന് വിടാൻ. കാലുമേന്ന് വിടാൻ. കാലുമേന്ന് വിടുന്നതാ നല്ലത്. വിടണതാ നിനക്ക് നല്ലത്. കാലുമേന്ന് വിടാൻ പറഞ്ഞ എനിക്ക് വാക്ക് തരാണ്ട് ഞാൻ ഈ കാലിന്ന് പിടിവിടില്ല. ഞാൻ വിടൂല എന്നല്ലേ പറഞ്ഞത്. അച്ഛൻ വെറുതെ ഒരു വാക്ക് പറ. എന്നാ പോലീസാണ് കാല് വാരും നിലത്തെടുക്കുമ്പോ വാക്ക് വന്ന് കേറിയപ്പോ എന്തൊരു പവറും ജാടിയായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്റെ കാക്കക്കുള്ളിയിലെ കലാഹൃദയം? നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ? എന്നെ എടുത്തു എന്ന് പറയച്ചോ. പിള്ളേരെ, ഈ കാലുപിടുത്തക്കാരന്റെ കയ്യില് എന്തെങ്കിലും കോപ്പുണ്ടോന്ന് ഒന്ന് പരിശോധിച്ചു നോക്ക്. പരിശോധിക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ തീരുമാനിക്കും. നടക്ക. അല്ല, അതിന്റെ ആവശ്യമുണ്ട്. നടക്കാൻ. അല്ലച്ചോ, എന്റെ തൊപ്പി എടുക്കാൻ വന്നത് ഞാൻ. ഓക്കെ, പോലീസാണ്. ആരടാ? ആരുമില്ല. ഏതാണ് ഈ അമ്മ സാധനം? ഗുഡ് മോർണിംഗ് എവരിബഡി. ഹലോ, ഇങ്ങോട്ട് വരൂ. ഞാൻ അവിടുത്തെ മീന, പക്ഷെ എന്റെ അസിസ്റ്റന്റ്. मैं अन्ना, अन्ना करीना फ्रॉम मुंबई. ഉണ്ണി. मैं मोहिनीअट्टम सीखने के लिए आई हूँ. ഏതോ സിക്കുകാരൻ പറഞ്ഞു വെച്ചാൽ മോഹിനിയാണെന്ന് തോന്നുന്നു. बोलिए बोलिए. इधर मोहिनीअट्टम सिखाएंगे क्या? जरूर सिखाएगा. आइए. कुचिपुड़ी, മോഹിനിയാട്ടം, ഭരതനാട്യം सब आता है. എന്ത് കുന്താണോ ഈ കൊച്ചു പറയണത്? ബോംബെന്ന് മോഹിനിയാട്ടം പഠിക്കാൻ വന്നിരിക്കുക. ഹിന്ദിക്കാരിയാ. അപ്പൊ ഹിന്ദിയിലാണ് ഈ കൊച്ചു മോഹിനിയാട്ടം പഠിക്കുന്നത്? അപ്പൊ നമ്മളെല്ലാരും ഹിന്ദി പഠിക്കേണ്ടി വരുമല്ലോ. അതിനെന്തിനാണ് ഹിന്ദി പഠിക്കുന്നത്? മലയാളത്തിൽ പറഞ്ഞിട്ട് ഹിന്ദിയിൽ ആക്ഷൻ കാണിച്ച പോരെ? Hi, black man. मैं भी black हूँ. Hi. ഞാനും നീ black ഒന്നുമല്ല, നീ white ആ. ഞാൻ മേക്കപ്പ് ചെയ്തൊന്നാണ് ഇപ്പൊ ഒന്നുമല്ല, നീ already white ആ. देखिए अन्ना जी, ये काला नहीं है, ये गोरा है. He is white. He is not black. അല്ല No, no, no. നീ വൈറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. കള്ളം പറയരുത്. നീ കള്ളം പറയാണ്. നീ വൈറ്റ് തന്നെയാണ്. പണ്ട് പോലുള്ള സ്വഭാവമാണ്. Please. നമ്മുടെ താമസത്തിൽ വരുമ്പോ cheap ആയിട്ട് മാറാൻ. Please.
നീ തന്നെ, നീ തന്നെ സംശയം. അച്ഛൻ വന്നല്ലോ, അച്ഛൻ വന്നല്ലോ. അച്ഛൻ പറയട്ടെ, ഞാൻ കാര്യം പറയാം. അച്ഛൻ സത്യം പറയൂ. അച്ഛോ, ഇവൻ ബ്ലാക്കോ വൈറ്റോ? അച്ഛൻ പറയട്ടെ. ഇവൻ വൈറ്റാ. ഇനി അച്ഛൻ പൊക്കോ. എടാ അടിച്ചു മൂളിക്കും ഞാൻ. എടാ കന്ന് കളിച്ചാ കൊള്ളാം, കാള കളിക്കരുത്. ഇത്രയും കാലായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലോ. നിങ്ങൾ മാറി നിന്നേ, മാറി. ആ കുട്ടി എവിടെ നിന്നേ? കുട്ടി ഏതാ? അച്ചോ, ഇതാണ് അന്നാ കരീന. ബോംബെ നിന്ന് മോഹിനിയാട്ടം പഠിക്കാൻ വന്നതാണ്. ഹിന്ദിക്കാരിയാണോ? മലയാളം അറിയാൻ പാടില്ല. മലയാളം അറിയാൻ പാടില്ലേ? എങ്കിൽ വിഷമിച്ചു പോലോ. അതൊരു പ്രശ്നമാവില്ല അച്ഛോ. എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാലോ, ഞാൻ മാനേജ് ചെയ്തോളാം. മാനേജ് ചെയ്യാൻ നീ കുട്ടിയുടെ മാനേജർ? ബേട്ടി, കുട്ടിക്ക് ഇവിടെ പഠിക്കാൻ ലാംഗ്വേജ് ഒരു പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് മോഹിനിയാട്ടം കുച്ചുനഹി. ഇല്ല ഫാദർ, എനിക്ക് മലയാളം അറിയാം. എന്റെ മദർ ടങ് മലയാളമാ, പക്ഷെ പഠിച്ചതും വളർന്നതൊക്കെ ബോംബെയിലാ. അപ്പൊ പിന്നെ ഹിന്ദി സംസാരിച്ചാ പോരെ? അത് വേണ്ട, മലയാളത്തിലൊക്കെ നിർത്ത്. വിശ്വസിച്ച് ഈ കുട്ടിയുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഇവിടെ ഒരാളെ ഉള്ളൂ. ഞാനായിരിക്കും. ഞാനും. ഞാനല്ലേ അച്ഛോ? ജോലിയായി. ഷിറ്റി, ദാ വരുന്നച്ചോ. കുട്ടി ദേ അങ്ങോട്ട് പോയിക്കോളൂ. Excuse me. പോയി. നിങ്ങൾ ഇപ്പൊ കാണിച്ച ഈ കളിയൊക്കെ എനിക്ക് ഇഷ്ടായി. പക്ഷേ ഒന്ന് ഓർത്തോ, കാസിംബായിയുടെ കേസന്വേഷണം അവസാനിച്ചിട്ടില്ല. അത് ശരി. അതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ. വല്ലാണ്ട് സന്തോഷിക്കണ്ടടാ. ബ്ലാക്ക് മാൻ അപ്പച്ചൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കൊച്ചാൻറ്റിയാണ് പോലും, കൊച്ചാൻറ്റി. ആ വെളുപ്പല്ലേ കുറച്ച് കുറഞ്ഞിട്ടുള്ളൂ, സൗന്ദര്യം വാരിക്കോരി തന്നിട്ടുണ്ടല്ലോ. പണിയുണ്ട്. നമ്മുടെ അടുത്ത കളി എടുക്കാം. പോരാ, ഒരു കോട്ടൂടെ വേണ്ടി വരും. ബ്രഷ് ശരിയല്ല, അതാ വെളുക്കാത്ത. ഹായ് ജിമ്മി. ഹായ്. റെഡ് റോസ്, ചുവപ്പ് റോജാക്കൾ. എന്താ ഇഷ്ടായോ? ഇഷ്ടായി. ജണ്ടുമല്ലി എനിക്ക് ഇഷ്ടമാണെന്ന് എന്റെ കരീരക്കുട്ടിക്ക് എങ്ങനെ മനസ്സിലായി? ഇതിലെന്ത് മനസ്സിലാക്കാനിരിക്കുന്നു? പ്ലാസ്റ്റിക് പൂക്കളുടെ വരവോടുകൂടി അന്യം നിന്നുപോയ ഈ പ്രേമ പുഷ്പം എനിക്ക് സമ്മാനിച്ച എന്റെ പ്രിയങ്കരിയായ അന്ന കരീനയ്ക്ക് എന്റെ ഹാർട്ടിന്റെ വെൻട്രിക്കിൽ നിന്നും 1000 നന്ദി. ഓഹോ, അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ കൂടി ഉണ്ടല്ലേ? ഉണ്ടോന്നോ? പണ്ട് ചെണ്ടുമല്ലി വേണമെന്ന് വാശി പിടിച്ച് കരഞ്ഞതിന്റെ പേരിൽ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് ഒത്തിരി തല്ലെനിക്ക് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ ഈ ചെണ്ടുമലയിൽ ഇരിക്കുന്ന വണ്ടിനെ പോലുള്ള എന്റെ കൊച്ചാണ്ടിക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നത്. താങ്ക്സ്. പൂക്കളിൽ വെള്ള റോസ് മനോഹരിയാണെങ്കിലും മണപ്പിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ മൂക്കിൽ പുഴുകേറാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഉണ്ണിയൊരു കവിയാണല്ലേ? ആവേണ്ടതായിരുന്നു. പക്ഷേ കൗമാരം വിടരും മുമ്പേ ജീവിതത്തിന്റെ ദുരാവസ്ഥയിൽ ആ കവിത്വത്തിന്റെ ഷഡ്ജ കീറിപ്പോയി. പിന്നെ കുടുംബമായി, കുട്ടികളായി, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഓ, what a surprise. പക്ഷേ ഉണ്ണി ഇപ്പോഴും സ്മാർട്ടാണ്. താങ്ക് യു. കരീനക്കുട്ടിക്കറിയോ, എന്റെ ഈ രൂപം മാത്രമേ കറുത്തതായിട്ടുള്ളൂ. മനസ്സ് നല്ല വെളുവെളാന്ന് വെളുത്തതാ. ശ്രീകൃഷ്ണന്റെ 7 അഴകുള്ള കറുപ്പ എന്റെ കൊച്ചാണ്ടിക്ക് പുല്ലാങ്കുഴലൂതുന്ന കള്ള കണ്ണന്റെ നിറം.
കരീന എന്നെ കരിവർണ്ണനാക്കി മാറ്റിയത് ഞാൻ ഓർത്തു പോയതാ. പക്ഷെ എന്ത് ചെയ്യാം, ഇത്ര നല്ലൊരു മനസ്സുണ്ടായിട്ടും ഇങ്ങനൊരു മർഡർ കേസിൽ വന്ന് പെട്ടില്ലേ? ജയിലിനകത്ത് ടൈറ്റ് സെക്യൂരിറ്റി കഴിയുന്ന കാസിം ബായിയെ പോലെ ഒരു ക്രിമിനലിനെ ഞങ്ങൾ എങ്ങനെ കൊല്ലാനാ? ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്റെ ഭാഗ്യം അല്ലേ ജിമ്മി? അതുകൊണ്ടാണല്ലോ എനിക്ക് കരീനയെ കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. ഇനി ഭാര്യ അറിയാതെ ഈ ബന്ധം എങ്ങനെ തുടരാമെന്നാണ് നോക്കേണ്ടത്. ബിൽ ക്ലിന്റന്റെ ആത്മകഥയുടെ ഒരു കോപ്പി ഇന്ന് തന്നെ വാങ്ങണം. ഹായ് ജിമ്മി. ഹായ് കരീന. കരീന 2 ദിവസമായി കണ്ടില്ലല്ലോ. നല്ല സുഖമില്ലായിരുന്നു. അയ്യോ എന്ത് പറ്റി? ഒന്നുമില്ല, ചെറിയൊരു സിക്നസ്, ദാറ്റ്സ് ഓൾ. ഓ അത്രേ ഉള്ളോ? എന്നാലും 2 ദിവസം കരീന ആബ്സെന്റ് ആയപ്പോ ഞാൻ വല്ലാതെ അപ്സെറ്റ് ആയിപ്പോയി, അറിയോ? എനിക്കും അത് ഫീൽ ചെയ്തു. റിയലി? കരീന, എന്റെ മനസ്സ് തീരുമാനിച്ചുറപ്പിച്ച ഒരു കാര്യം പറയാനാ ആരും കാണാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. പറയട്ടെ? പറഞ്ഞോളൂ. കരീനക്കറിയോ, ഞാനും എന്റെ വൈഫുമായിട്ട് നല്ല ടേംസിലല്ല. അയ്യോ, അതെന്ത് പറ്റി? ഓ അതൊക്കെ പറയാതിരിക്കുന്ന നല്ലത്. കരീനക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്റെ വൈഫിനെ ആ നിമിഷം ഡൈവേഴ്സ് ചെയ്യാം. ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ മതി. അയ്യോ ആരോ വരുന്നുണ്ട്, ബാക്കി ഞാൻ പിന്നീട് പറയാം. കരീന, ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. കിട്ടുമോ കരീന? എന്താ ഉണ്ണി? വേറൊന്നുമല്ല, ഈ ചിന്ന വീടിനെ കുറിച്ച് കരീനയുടെ അഭിപ്രായം എന്താ? ചിന്ന വീടോ? അതെന്താ? അറിയില്ലേ? ഇല്ല. തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ഒരു തരം ദാമ്പത്യ അറേഞ്ച്മെന്റാ. ഓ, ഭാര്യ ഉള്ളപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു പെൺകുട്ടിയെ വേറൊരു ചെറിയ വീട്ടിൽ താമസിപ്പിക്കുന്നതിനാ ചിന്ന വീടെന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ സ്മോൾ ഹൗസ് എന്ന് പറയും. വിവരമില്ലാത്തവര് സ്റ്റെപ്പിനി എന്നും പറയും. എന്തിനാ ഇപ്പോ എന്നോട് ഇതൊക്കെ പറയുന്നേ? എന്റെ ഒരു അവസ്ഥ ഇപ്പൊ അങ്ങനെയാ കരീന. ഏക പത്നി വ്രതം അതൊരു പഴഞ്ചൻ കോൺസെപ്റ്റാ. നമുക്കതൊന്ന് പൊളിച്ചെഴുതണം. തുറന്ന് ഓപ്പൺ ആയിട്ട് പറയാ, അവന്മാരാരും അറിയണ്ട. എന്റെ ചിന്ന വീട്ടിലേക്ക് ഞാൻ കരീനെ ഹാർദമായി സ്വാഗതം ചെയ്യുക. വരില്ലേ? ആരോ വരുന്നുണ്ട്, നമുക്ക് പിന്നെ കാണാം. എന്താ ഇങ്ങനെ മൂടി പൊതച്ച് വന്നിരിക്കുന്നേ? ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ചിട്ടാ? ഏയ്, ഈ ലോകത്ത് ആര് കണ്ടാലും, ഈ പ്രപഞ്ചം മൊത്തമായിട്ട് എതിർത്താലും എന്റെ ഈ റൊമാൻസിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവൂല. എനിക്ക് ഈ ലോകത്ത് വേറെ ആരുമില്ല, എന്റെ കരീന കുട്ടിയല്ലാതെ. അയ്യോ അയ്യോ, എന്താ ഇങ്ങനെ ചുമക്കുന്നേ? ഏയ്, ചെറിയൊരു സിക്കൻസാ. പക്ഷെ അത്ര തിക്കൻസ് ഒന്നുമില്ല. അല്പം കൂടി ഡോസ് കൂടിയ മെഡിസിൻ കഴിച്ചാൽ വേഗം ഡൈലോട്ടായി പോകാവുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഇങ്ങനെ പനി വരാതെ സൂക്ഷിക്കേണ്ടതായിരുന്നില്ലേ? അത് ഞാനൊരു റിസർച്ച് നടത്തി നോക്കിയതല്ലേ. റിസർച്ചോ? അതെ, പനിക്കുള്ളൊരു ഗുളിക ഫ്രീ ആയി കിട്ടിയപ്പോൾ പനി വരുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മഴയത്ത് പോയി നിന്നു. പരീക്ഷണം സക്സസ് ആയി, പനി വന്നു. പക്ഷേ പല ഗുളികകളും മാറി മാറി കഴിച്ചിട്ടും പരീക്ഷമേ മാറില്ല. കരീനക്കുട്ടി പറയൂ, ഏട്ടനിനി എന്താ ചെയ്യേണ്ടത്? ശ്രീകൃഷ്ണന്റെ രൂപചൈതന്യമുള്ള ആളാണല്ലോ. അതെ അതെ, ഭഗവാൻ തന്നെ കൊച്ചാണ്ടിയെ കാത്തോളും. താങ്ക് യു. അയ്യോ ആരോ വരുന്നുണ്ട്. കുട്ടി പൊക്കോ, ഞാൻ വരാം. എല്ലാം സെറ്റായി വരായിരുന്നു. ഇവിടെ വിളിക്കാം. നിനക്കൊക്കെ ഞാൻ വച്ചിട്ടുണ്ടടാ. കരീന എന്റെ പ്രേമാഭ്യർത്ഥന ഒരിക്കലും നിഷേധിക്കില്ല. അത് തന്നെയാണ് എന്റെയും വിശ്വാസം. എന്റെയും. ആഹാ, നീയോ ഉണ്ടോ? നീ എന്താ ഇവിടെ? നീ എന്താ? ഞാൻ ഇതിനകത്ത് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ വന്നതാ. ഞാൻ ഇവിടെ കാറ്റ് കൊള്ളാൻ വന്ന. ഇതിനകത്ത് കാറ്റോ? അതെ. ശബ്ദമുണ്ടാക്കല്ലേ, ഞാനൊരു സിനിമ കണ്ടോണ്ടിരിക്ക. അച്ഛൻ വന്നേ. കലാദർശനയുടെ പുതിയൊരു ഐറ്റം ഞാൻ ഇവിടെ കാണിക്കാൻ പോവുക. എന്താ അത്? അച്ഛൻ ഞാൻ മിമിക്രി മാത്രമല്ല, നല്ലൊരു മജീഷ്യൻ കൂടിയാണ്. ആണോ? എന്നാ അതൊന്ന് കാണിച്ചേ. കാണിക്കാം, പക്ഷെ ഈ ട്രൂപ്പിൽ എനിക്ക് മെയിൻ സ്ഥാനം തരണം. ആദ്യം നീ കാണിക്കേ. ശരി, കാണിക്കാം. ഇപ്പൊ നമ്മുടെ ഉണ്ണി, ജിമ്മി, കൊച്ചാൻഡി ഒക്കെ എവിടെയുണ്ട്? അവരവിടെ ഉണ്ട്. അവിടെയുണ്ട്. ശരി, അവരെ 3 പേരെ ഞാൻ ഇതിനകത്താക്കും. അതാണ് മാജിക്. അതെങ്ങനെയത്? ഉണ്ണി, ജിമ്മി, കൊച്ചാൻഡി. അച്ഛൻ പോയി തുറന്നു നോക്കിയേ. തുറന്നു നോക്കുന്നേക്കുള്ള എന്നെ ഒന്നാമനാക്കണം. ഇനി ഇതിനകത്ത് ഉണ്ണി. ഇനി അത് തുറന്നു നോക്കൂ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഇനി ഇത് മാത്രമല്ല, അച്ഛന് തന്നെ അച്ഛനെ കാണണം. ശരി, എന്നാ കണ്ണടച്ചോ. ഇനി കണ്ണ് തുറന്നേ. ഞാൻ പറഞ്ഞത്. അതെ,
എന്റെ തലയിലത്തെ മുടി കൊഴിഞ്ഞു പോണല്ലോ തോന്നുന്നു. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. ആണെന്നൊന്നും നോക്കൂല. താനെന്തിനാണോ ഞങ്ങൾ അച്ഛനെ കാണിച്ചു കൊടുത്തത്? അതെ, കൂടുതൽ ഷൈൻ ചെയ്യാൻ നിന്ന ഇവിടെ നടന്ന യഥാർത്ഥ കാര്യം ഞാൻ അച്ഛനോട് പറയും. ഞാനൊരു തമാശ പറഞ്ഞു. പിടിക്കണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ പാട്ട് പാടും. ഓരോ ആക്ടറിന്റെയും ആക്ഷനും ഫേഷ്യൽ എക്സ്പ്രഷനും മാറ്റി മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളയടിക്കും, നിന്നെ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തെ പച്ചക്കിളിയേ, ചൊല്ലിടാം പാടത്തെ പച്ചക്കിളിയേ. നീലിച്ച പുരികത്തിൻ പീലിക്കെട്ടൊഴിഞ്ഞെന്നെ തൂണാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ തൂണാക്കി മാറ്റിയല്ലോ. ചേലൊത്ത പുഞ്ചിരിയാൽ പാല് കുറുക്കി തന്ന് വാലാക്കി മാറ്റിയല്ലോ, എന്നെ നിന്റെ വാലാക്കി മാറ്റിയല്ലോ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. അപ്പൊ കൊയിലാണ്ടി പ്രോഗ്രാം നമ്മള് എല്ലാവർക്കും കരീന പൂ കൊടുത്തു എന്ന് കേട്ടു. എനിക്ക് മാത്രം തന്നില്ല. പക്ഷെ എനിക്കതിൽ പരിഭവമൊന്നുമില്ല കരീന. കണ്ടോ ചെമ്പരത്തി പൂ? ഇത് കരീനയ്ക്ക് തരാനായിട്ട് ഞാൻ ചെമ്പരത്തി വൃക്ഷത്തിന്റെ മുകളിൽ വലിഞ്ഞു കയറി പറിച്ചെടുത്തതാണ്. ദേ ഇവിടെ അത്രയും വലിയാണ്. ഇത് പിടി. എന്നെക്കാളും പൂ നന്നായി ചേരും. പൂ മാത്രമല്ല, കരീനയും എനിക്ക് നന്നായിട്ട് ചേരും. ആ കരീന, നാളെ എന്റെ അഴിഞ്ഞാട്ടാ, അല്ല അരങ്ങേറ്റം, അങ്ങ് കൊയിലാണ്ടിയിൽ വെച്ച്. കാക്കിക്കുള്ളിലെ എന്റെ കലാകാരനെ ചവിട്ടി പുറത്തെടുത്തിട്ടിട്ട് ഞാൻ കാണിച്ചു തരും കരീനയ്ക്ക്. കരീന വരില്ലേ എന്റെ കയറ്റം കാണാം? വരണം, ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓടിക്കോ, ഇന്ന് വേണ്ട, നാളെ ഓടിക്കോ. എന്താ എന്താ ഒന്നും അറിയില്ല, ഓടാൻ പറഞ്ഞു. ഓടിക്കോ. എന്താ പ്രശ്നം? കാസിംബായുടെ കൂടെയുള്ള അലിഖാൻ ജയിലിൽ ചാടി. ഇനി ഒരു നിമിഷം ഇവിടെ അലിഖാൻ നമ്മളെ തല്ലി കൊല്ലുവച്ചോ. ഞാൻ എന്റെ കടമക്കുടിയിലുള്ള കൊച്ചമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോണേ. അലിഖാൻ ജയിൽ ചാടി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? അങ്ങനെയാണെങ്കിൽ കൊയിലാണ്ടിലെ പരിപാടിക്ക് പോകാതിരിക്കുന്നതാണ്. അത് ശരിയാവില്ല. എനിക്ക് ആദ്യമായിട്ട് ഒരു പരിപാടി കിട്ടിയപ്പോഴാ അത് കലക്കാൻ വേണ്ടിട്ട് അവന്റെ വൃത്തികെട്ട ജയിൽ ചാട്ടം. അതെ, ഇനി അലി ഖാൻ അല്ലെ യാത് ഷാറൂഖ് ഖാൻ വന്നാലും ശരി, കൊയിലാണ്ടി പരിപാടി നമ്മൾ കളിച്ചിരിക്കും. നിങ്ങൾ ഏവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കൊച്ചിൻ കലാദർശനയുടെ മാജിക്കൽ മിമിക്സ് മ്യൂസിക്കൽ നൈറ്റ് ഇതാ ആരംഭിക്കുകയാണ്. സഹൃദയരെ, ഭൂമിയിൽ നിന്ന് മരിച്ച് പരലോകത്തെത്തിയ 2 സ്ത്രീ പരേതാത്മാക്കളെ ചിത്രഗുപ്തൻ വിചാരണ ചെയ്യുന്ന അതിരസകരമായ ഒരു സ്കിറ്റാണ് ആദ്യമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരേതാത്മാക്കൾക്കൊപ്പം നിങ്ങൾ ഏവരെയും യമലോകത്തേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്താ പേര്? കാമാക്ഷി. ഭൂമിയിൽ എന്തായിരുന്നു നിനക്ക് പണി? ഹൗസ് വൈഫിന്റെ പണിയായിരുന്നു. ശരി ശരി. ഈ പരലോകത്ത് സത്യം മാത്രമേ ബോധിപ്പിക്കാവൂ എന്ന് നിനക്കറിയാലോ? അറിയാം. എങ്കിൽ പറഞ്ഞോളൂ. കമാൻ പ്രൊസീഡ്. ഞാനും എന്റെ ഭർത്താവും അടങ്ങുന്ന കൊച്ചു കുടുംബം വളരെ സന്തോഷത്തോടും സംതൃപ്തിയിലുമാണ് ജീവിച്ചു പോന്നിരുന്നത്. കൊച്ചു കുടുംബത്തിൽ എത്ര മക്കളുണ്ടായിരുന്നു? 12 മക്കൾ. അപ്പോ വല്ലാണ്ട് വിഷമിച്ച് കാണുമല്ലോ. എല്ലാം സിസേറിയൻ ആയതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. തള്ളേ. അയ്യോ, തള്ളേന്ന് വിളിക്കാൻ എനിക്ക് അത്രക്ക് പ്രായമൊന്നുമില്ല. അപ്പൊ പിന്നെ എനിക്ക് സ്വർഗം കിട്ടില്ല ചേട്ടാ. 12 മക്കളെ പെറ്റ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിലെ ആയായിട്ട് മോം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ആ വഴിയെ പോയാൽ സ്വർഗം. വേഗം ഓടിത്തള്ളുക. എന്താ കയ്യിൽ നിന്നിടാൻ പോലെ?
Excuse me, Gupta ji. Yes. Your good name, please. My name is Padmakshi. Padma. Tamar. Thank you, Gupta ji. Oh, what a luck. Gupta ji എന്ത് തിങ്ക് ചെയ്യുന്നത്? Nothing. I think nothing. കുട്ടിയുടെ ലൈഫ് സ്റ്റോറി ഓപ്പൺ ചെയ്തോളൂ. എന്റെ ലൈഫ് ഒരു ഓപ്പൺ ഡിക്ഷണറി പോലെയാണ് ഗുപ്താജി. എന്റെ പ്രൈവറ്റ് അഫയേഴ്സിൽ പോലും ഒരു മായവും ഞാൻ ചേർത്തിട്ടില്ല. മുഖത്ത് അല്പ ചായ കൂടുതലുണ്ടെങ്കിലും മനസ്സിൽ മായം ചേർക്കാത്ത സുന്ദരിയും മഥാലക്ഷ്യയുമായ പത്മാക്ഷി മഴിഞ്ഞാളേ. ഞാൻ SSLCക്ക് പഠിക്കുമ്പോൾ ഒരാളെ സ്നേഹിച്ചിരുന്നു. വൺ മിസ്റ്റർ അബ്ദുൽ കലാം. ആ പേര് വളരെ ഫെമിലിയർ ആണല്ലോ. പ്ലസ് വണ്ണിലായപ്പോൾ അനദർ വൺ സേതുരാമയ്യർ. ഓ CBI. പ്ലസ് ടുവിന് ചേർന്നപ്പോൾ അനദർ വൺ ഭരത് ചന്ദ്രൻ. IPS അല്ലേ? ഒടുവിൽ ഈ സ്നേഹവും പ്രേമവും മിഥ്യയാണെന്ന് അറിഞ്ഞപ്പോ ഭാര്യയെ തല്ലിക്കൊന്ന ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് മാരേജ് ചെയ്യേണ്ടി വന്നു. വൺ മിസ്റ്റർ മത്തായി. ഇഞ്ചക്കാടൻ മത്തായി ആണോ? കറക്റ്റ്. അതെങ്ങനെ മനസ്സിലായി ഗുപ്താജി? ഞാൻ ചുമ്മാ ഗസ് ചെയ്തതാണ്. ആ കുട്ടിയെ കണ്ടിന്യൂറ്റി ചെയ്തോളൂ. ക്ലൈമാക്സിൽ അവസാനം മത്തായിയെ മക്കളെ ഉപേക്ഷിച്ച് അയാളുടെ ഇളയ സഹോദരൻ കോട്ടയം കുഞ്ഞച്ചനോടൊപ്പം ഞാൻ ഒളിച്ചോടി. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മിടുക്കി. പറയണ ഗുപ്താജി, ഞാൻ ചെയ്തത് തെറ്റാണോ? ഒരിക്കലുമല്ല. അപ്പോ എനിക്ക് സ്വർഗം കിട്ടില്ല ഗുപ്താജി? ഒരിക്കലുമില്ല. ഒരു കാലത്ത് നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കില്ല. അത്രയ്ക്ക് പാപിയാണോ ഞാൻ? എന്നെ നരകത്തിലേക്കാണോ പറഞ്ഞയക്കാൻ പോകുന്നത്? അല്ല പത്മ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നിന്നെ ഈ ചിത്രഗുപ്തന്റെ ബെഡ്റൂമിലേക്കാ കൂട്ടിക്കൊണ്ട് പോകുന്നേ. വരൂ ഡാളി. അടുത്തതായി ബോബി ആൻഡ് ടീം അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. ഞാൻ പെണ്ണല്ല, കൊച്ചാൻഡിയാ. അളിയ അവൻ വിചാരിച്ച പോലല്ലട്ടാ. MC പോലീസ് കലക്കി. നമ്മുടെ ഗൗണ്ടർ കിറ്റ് അതിന്റെ മുകളിൽ നിൽക്കണം, അല്ലെങ്കിൽ തട്ട് കിട്ടും. അല്ല അവനിത് എവിടെ പോയി? നമ്മുടെ ജിമ്മി അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. നേരത്തെ സ്ത്രീകളുടെ ചുറ്റി കറങ്ങണ്ടായിരുന്നു. അത് പിന്നെ എവിടെ ചെന്നാലും അവന്റെ സ്ഥിരം പരിപാടിയാ. പണ്ട് ഇതേപോലെ ഒരു പ്രോഗ്രാമിനിടയിൽ ജിമ്മി ലേഡീസ് ടോയ്ലറ്റിനകത്ത് കയറിയപ്പോ ആൾക്കാർ ഇടി കൊടുത്ത് ഓർമ്മയുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യും, അവന്റെ മൊബൈൽ ഫോണിൽ വിളിക്കുക, അല്ലെ പ്രോഗ്രാം കഴിഞ്ഞാൽ വന്നില്ലായിരിക്കും. സ്വിച്ച് ഓഫാ. എവന്റെ ഒരു കാര്യം, നീ പുറത്തോട്ടൊന്ന് പോയി നോക്കിയേ. ഡാൻസ് ഇപ്പൊ കഴിയൂട്ടാ, പറഞ്ഞിരുന്നു കേട്ടാ. ഗൗണ്ടറുടെ മോനില്ലെങ്കിൽ ക്ലൈമാക്സ് ജിമ്മി പരിസരത്തും കാണില്ലട്ടാ. അടുത്തതായി ഉണ്ണി ജിമ്മി മനോജ് ടീമിന്റെ സൂപ്പർ കോമഡി സ്കിറ്റ് ഗൗണ്ടർക്ക് പറ്റിയ അമളി.